നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് അവകാശപ്പെട്ട പണം, നിങ്ങൾക്ക് യാതൊരു അവകാശമില്ലാത്ത പണം. ആ പണം ചെലവഴിക്കണമെങ്കിലേ എന്റെ അനുമതി വേണം. ആരുമല്ലാത്തൊരു കുട്ടിക്ക് വേണ്ടി ഇത്രയും പണം ചെലവഴിക്കാൻ പറ്റില്ല. മോള് പറഞ്ഞു കേട്ടില്ലേ? ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നിക്കൂടെ നിങ്ങൾക്ക്? കല്യാണി മോളെ, അതെ, നിങ്ങൾ ഇത്രയും ദൂരം എങ്ങനെയാ പോയേ? ഓട്ടോയില്. ഓട്ടോ? അല്ല, ഓട്ടോയ്ക്ക് പോവാൻ ആരാ കാശ് തന്നെ? കാശൊക്കെ തന്നു. ആര്? ലവള്. നല്ല കാര്യത്തിനല്ലേ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ആഹാ. എന്നെ ദ്രോഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ കുട്ടികളെ വഴിതെറ്റിക്കാൻ നോക്കിയത് ഇനി എന്റെ മോളോട് സംസാരിക്കുകയോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയോ ചെയ്താലുണ്ടല്ലോ. ഇത്രയും നാൾ നീ അടക്കി പിടിച്ചുകൊണ്ട് നടന്നതാ കുഴപ്പം. ഇത് നീ എത്ര നാൾ മുമ്പ് ചെയ്യേണ്ടതാ. അങ്ങനെ ആയിരുന്നെങ്കിലേ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നു. ആദിമോന്റെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞേ നോക്കട്ടെ. എന്നിട്ട് അത് കഴിഞ്ഞ് ശരിക്കൊന്നും നിന്നെ ഞാൻ കാണുന്നുണ്ട്. നശിച്ചവള്. അത് ഡോക്ടർ, മോനിപ്പോ എങ്ങനെയുണ്ട്? കാര്യമായ പരിക്കുകളൊന്നുമില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ എല്ലാ ടെസ്റ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. തലയിടിച്ചാ വീണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലെന്നാണ് റിസൾട്ട് കാണിക്കുന്നത്. എനിവേ, ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഭാഗ്യമാണ്. കുറച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാം. ഓ ശരി, താങ്ക് യു. അതെ, ഈ ബില്ലടയ്ക്ക് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിടണം. ഇങ്ങനെ നടന്നാ പോരാ. മോളെ, കണ്ടല്ലോ, ഇങ്ങനെയൊന്നും ഇറങ്ങി പോകാൻ പാടില്ല കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇനി ഒരു കാരണവശാലും ഞങ്ങളോട് ചോദിക്കാതെ എങ്ങും പോകില്ല. ഇത്രയും പൈസയോ? ടോട്ടൽ ചെക്കപ്പ് പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ ആയിരിക്കും. എന്തിപ്പോ ചെയ്യുന്നേ? മോളെ, കയ്യിലും കഴുത്തിലും കിടക്കുന്ന സ്വർണ്ണമൊക്കെ വേണമെങ്കിൽ പണയം വെക്കുകയോ വിൽക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ രാത്രി എന്താ ആന്റി? തൽക്കാലം ഞാനും കടച്ചോളാം. വേണ്ട ഹരി, കല്യാണി ആദ്യം കൂടെ ചെയ്തൊരു കാര്യമല്ലേ. രണ്ടു കൂട്ടർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു സഹായമായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കടമായിട്ട് കണ്ടാൽ മതി. ഇത് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ തിരിച്ചു മേടിച്ചോളാം. അതെ മോളെ, നീ നമ്മൾ തമ്മിൽ എന്തിനാ കണക്ക്? മോനെ, നീ പോയി അടച്ചിട്ട് വാ. ചെല്ലേ.
വിഷമിക്കാണ്ടിരിക്കെ. ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ, അതൊരാശ്വാസമായല്ലോ. ആ ഏയ്, 2,67,000 രൂപ. കൊള്ളാലോ. ഇതെന്താ ഇത്രയും ബില്ല് വരാൻ? കുട്ടിയുടെ എല്ലാ ഓർഗൻസും പരിശോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന്റെ ആ കുട്ടിയുടെ വീട്ടുകാരല്ലേ ബില്ലടയ്ക്കേണ്ടത്? അത് നീ എന്തിനാ നോക്കുന്നേ? ഇത്ര മാത്രം തുക അടയ്ക്കാനുള്ള ശമ്പളം ഹരിയേട്ടന് കിട്ടുന്നുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് ഇത്രയും വരുമാനം ഉണ്ടോന്ന്. അപ്പൊ പിന്നെ ഈ കൊടുക്കുന്ന പണം ആരുടെയാ? ഞാൻ പറഞ്ഞുതരാം. നാട്ടിലുണ്ടായിരുന്ന എന്റെ അച്ഛന്റെ സമ്പത്ത് വിറ്റ പണം. എന്ന് വെച്ചാ എനിക്ക് അവകാശപ്പെട്ട പണം, നിങ്ങൾക്ക് യാതൊരു അവകാശമില്ലാത്ത പണം. ആ പണം ചെലവഴിക്കണമെങ്കിലേ എന്റെ അനുമതി വേണം. ആരും അല്ലാത്തൊരു കുട്ടിക്ക് വേണ്ടി ഇത്രയും പണം ചെലവഴിക്കാൻ പറ്റില്ല. എനിക്ക് അവകാശപ്പെട്ട പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്തവകാശാടി നിനക്ക് ഉള്ളത്? നീ എന്റെ മകളല്ലെന്ന് ഞാൻ തീരുമാനിച്ചപ്പോഴേ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. വലിഞ്ഞു കയറി ഇപ്പോഴും ആ വീട്ടിൽ നീ താമസിക്കുന്നുണ്ടെങ്കിലേ മുറിയുടെ മൂലയിൽ എടുത്തു കളയാൻ കിടക്കുന്ന ഒരു ചവറിന്റെ സ്ഥാനവേ നിന്നെ ഞാൻ ഇവന് മനസ്സിൽ കൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ അധ്വാനത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള സ്വത്തോ സമ്പാദ്യോ ഉണ്ടെങ്കിൽ അതിനൊരൊറ്റ അവകാശമേ ഉള്ളൂ. ദേ, എന്റെ മകൻ ഹരി. അവന് ഇഷ്ടമുള്ളതുപോലെ അവനത് ചെലവഴിക്കും. അത് ചോദിക്കാനേ നീ ആയിട്ടില്ല. നീ പോയി ബില്ലടയ്ക്ക് ചെല്ലേ. ഇങ്ങോട്ട് താടി. വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ പിന്നാലെ വന്ന് നീ കാറി കയറി. അപ്പോഴേ എന്റെ ഉള്ളിലെ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരമ്മയുടെ വാത്സല്യം ഉണ്ടാവുന്ന എന്റെ ചെറിയ ബുദ്ധിയിലൊന്ന് തോന്നിപ്പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.